കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധവുമായി AISF. നിതിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പ്രതികളായ അധ്യാപകർ തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, രണ്ട് കാര്യങ്ങളൊന്ന് AISFന്റെ പ്രതിഷേധം, മറ്റൊന്ന് ലോൺ ആപ്പിനെതിരെ പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുന്നു. അധ്യാപകരാകട്ടെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നൽകിയിരിക്കുകയുമാണ്. എന്താണ് വിവരങ്ങൾ അജീഷ് കണ്ണൂരിൽ നിന്ന്? ജിക്ക്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ രണ്ട് അധ്യാപകരും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി തലശ്ശേരി സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ റാം, അദ്ദേഹം അഡ്വക്കേറ്റ് കിഷോർ മുഖേനയാണ് ഈ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഡോക്ടർ സംഗീത നമ്പ്യാർ, അദ്ദേഹം അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ മുഖേനയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിലെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുമ്പോൾ ഈ അന്നേ ദിവസം ആത്മഹത്യ നടന്ന ഏപ്രിൽ 10-ാം തീയതി അന്ന് രാവിലെ 10 മണി മുതൽ ഏതാണ്ട് 12 മണി വരെ വിദ്യാർത്ഥി നിതിൻ രാജ് പ്രിൻസിപ്പലിന്റെ ചേംബറിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തെ തുടർന്ന് ഈ അധ്യാപിക ലതാ ശശിധരനെ വന്ന ഫോൺ കോളുമായി ബന്ധപ്പെട്ടാണ് പ്രിൻസിപ്പൽ ഈ നിതിൻ രാജിനെ പ്രിൻസിപ്പലിന്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി. അന്ന് ഡോക്ടർ റാം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർ റാമിന്റെ വാദം. കൂടാതെ അന്ന് ഈ ലോൺ ആപ്പിൽ റഫറൻസ് ആയി നൽകിയ നമ്പർ അതിലൊന്ന് ഈ ലതാ ശശിധരൻ്റെതായിരുന്നു. അത് നിതിൻ രാജ് മനഃപൂർവ്വം നൽകിയതായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർ ലതയ്ക്ക് നിരവധി ഫോൺ കോളുകളും ഭീഷണി സന്ദേശങ്ങളും വന്നു. ഇതിനെ തുടർന്ന് അവിടെ ഒരു വാഗ്വാദങ്ങൾ, അവിടെ ഒരു ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രിൻസിപ്പളാണ് ഡോക്ടർ ലതയോട് ഈ നിതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ, ഈ ലോൺ ആപ്പിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ നിർദ്ദേശിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കംപ്ലൈന്റ് കൊടുക്കാനുള്ള ഒരു ആലോചനയിൽ വലിയ മനോവിഷമം നിതിനുണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. ഒരുപക്ഷേ ഈ ലോൺ ആപ്പിന്റെ ഭീഷണിയെ തുടർന്നാകാം നിതിൻ അതിനുശേഷം ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. മാത്രമല്ല ഈ മാർച്ച് മാസം 26-ാം തീയതിയാണ് അവസാനമായി ഈ നിതിനും ഒപ്പം തന്നെ ഈ ഡോക്ടർ റാമുമായി മുഖാമുഖം കണ്ടത്. അത് HODയുടെ ചേംബറിൽ വെച്ചായിരുന്നു. അവിടെ വെച്ച് ഈ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിനുശേഷവും ഈ അധിക്ഷേപം നടന്നതിന് ശേഷവും നിതിൻ പലതവണ ക്ലാസ്സുകളിലും പ്രാക്ടിക്കൽ എക്സാമിനും ഒക്കെ ചേർന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് ആത്മഹത്യ ചെയ്യേണ്ടേ എന്നാണ് ഡോക്ടർ റാമിന്റെ വാദം കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ ചോദിക്കുന്നത്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇന്ന് ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണ സമിതി ഇന്ന് ഡെന്റൽ കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. 1-ാം വർഷ BDS വിദ്യാർത്ഥികളുടെയും ചില അധ്യാപകരുടെയും മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഈ തെളിവെടുപ്പ് തുടരുകയാണ്. അകത്താണ് അതിൻ്റെ അന്വേഷണ സമിതി ആളുകൾ ഉള്ളത്. മാത്രമല്ല ഇന്നും ഈ കോളേജിൻ്റെ പരിസരത്ത് നിരവധി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ KSU പ്രവർത്തകർ, KSU ഇവിടെ യൂണിറ്റ് ആരംഭിക്കുന്നതിൻ്റെ അവിടുത്തെ കൊടിമരം ഉയർത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. AISFന്റെ പ്രതിഷേധമുണ്ടായിരുന്നു അല്പസമയം മുമ്പ്. BSPയും ചില സാമുദായിക സംഘടനകളും ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇന്നലെ ഈ കോളേജിനകത്തെ വിദ്യാർത്ഥികൾ, അത് പല നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പല ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളും ഇന്നലെ ഇവിടെ ബഹിഷ്കരണ സമരം ഉൾപ്പെടെ ആഹ്വാനം നടത്തിയിരുന്നു. വൈറ്റ് കോട്ട് ഊരി അടക്കം പ്രതിഷേധിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഈ ഡോക്ടർ റാമിനെ പുറത്താക്കിയതോടെ അവർ ഉന്നയിച്ച ചില ഉറപ്പുകളൊക്കെ അവർ ചെയ്തു തരാം, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാമെന്ന് മാനേജ്മെന്റും പ്രിൻസിപ്പലും ഉറപ്പ് നൽകിയതോടെ അവർ ഇന്നലെ വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ച സമരം അവരെല്ലാം അവസാനിപ്പിക്കുകയായിരുന്നു. അവരെന്നും ക്ലാസ്സുകളിൽ കയറിയിട്ടുണ്ട്. എന്തായാലും ഈ കോളേജ് ക്യാമ്പസിനകത്തെ എല്ലാ ഡെന്റൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നടത്തിവന്ന സമരം അവസാനിച്ചു. പക്ഷേ ഇപ്പോഴും പുറത്തുള്ള സംഘടനകളിലുള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇവിടെ പ്രതിഷേധവുമായി എത്തുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ ഈ രണ്ട് പ്രതി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 അധ്യാപകർ ഇവരെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി എന്നുള്ളതാണ്. GK. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.